ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കേരള PSC സെപ്റ്റംബറിൽ നടത്താൻ പോകുന്ന ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, തുടർന്ന് വരുന്ന കേരള ബാങ്ക് തുടങ്ങിയ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർക്ക് 40 മാർക്കാണ് ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈവ് ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ 150 ചോദ്യങ്ങൾ അടങ്ങുന്ന 4 ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. റിപ്പീറ്റഡായി ചോദിച്ചിരുന്ന വളരെ ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഈ ക്ലാസ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ക്ലാസ് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ബാങ്കിങ് എന്ന് പറയുന്നത്? The word bank is derived from the Italian word banco, which means bench. ബെഞ്ച് എന്നർത്ഥം വരുന്ന ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ മോഡേൺ ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തതെന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ബെഞ്ച് എന്നർത്ഥം വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആൻസസ്റ്റേഴ്സ് ബാങ്കിങ് ബിസിനസ് ചെയ്തിരുന്നത് ഒരു ബെഞ്ചിലിരുന്നെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ബെഞ്ച് എന്നർത്ഥം വരുന്ന ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്കോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ബാങ്ക് ഡിറൈവ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ബാങ്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ദി പബ്ലിക്. ഇവിടെ ബാങ്ക് ഒരു ഇടനിലക്കാരനാണ്, ഒരു ഇന്റർമീഡിയറിയാണ്. ബാങ്ക് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആരുടെ കയ്യിലാണോ കൂടുതൽ പൈസയുള്ളത് ആ പൈസ ബാങ്ക് കുറഞ്ഞ പലിശയ്ക്ക് വാങ്ങുകയും അതേ പൈസ തന്നെ ആവശ്യക്കാർക്ക് അത് കൂടിയ പലിശയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. So they are accepting the deposit at a lower rate of interest and lending the same amount to the public at a higher rate of interest. So the difference between the lending rate and the borrowing rate is called the profit of the bank. ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലെൻഡിങ് റേറ്റും അതുപോലെ തന്നെ ആ അക്സെപ്റ്റിംഗ് റേറ്റും തങ്ങളിലുള്ള അല്ലെങ്കിൽ ബോറോയിങ് റേറ്റും തങ്ങളിലുള്ള വ്യത്യാസമാണ് ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസസ്റ്റേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പൂർവികർ 3 പേരായിരുന്നു. മർച്ചന്റ് ബാങ്കേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അവിടെ മണി ലെൻഡേഴ്സ് ഉണ്ട്, മർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്, ഗോൾഡ് സ്മിത്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പല ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരത് ചെയ്തിരുന്ന ആ ബിസിനസ്സാണ് ഇന്ന് അതിന്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ മോഡേൺ ബാങ്കിങ് ബിസിനസ്സായി ഇന്ന് ഡെവലപ്പ് ചെയ്തത്. നമുക്കറിയാം ഇന്ന് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന്റെ മണി സർക്കുലേഷന്റെ കംപ്ലീറ്റ് കൺട്രോളും അതോടൊപ്പം തന്നെ അത് ഗവേൺ ചെയ്യുന്നതെല്ലാം ബാങ്കിങ് ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആൻസസ്റ്റേഴ്സ് 3 പേരാണ്. അതാരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്, ദെൻ മണി ലെൻഡേഴ്സ് ഉണ്ട്, ദെൻ ഗോൾഡ് സ്മിത്ത് ഉണ്ട്. അപ്പൊ ഈ പൂർവികന്മാരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് ഇന്നത്തെ മോഡേൺ ബാങ്കിങ് ബിസിനസ് വന്നു. അങ്ങനെയുള്ള ബാങ്കിങ് ബിസിനസ്സിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ബാങ്കിന്റെ സ്ട്രക്ചറാണ്, ബാങ്കിങ് സ്ട്രക്ചറാണ് നമുക്ക് അറിയേണ്ടത്. സോ ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത്? സ്ട്രക്ചർ അനുസരിച്ച് 6 ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 6 ടൈപ്പ് ബാങ്കിങ് ആണ് സ്ട്രക്ചർ അനുസരിച്ച് കാണാൻ പറ്റുന്നത്. അതേതൊക്കെയാണ് ഈ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 യൂണിറ്റ് ബാങ്കിങ് ഉണ്ട്, 2 ബ്രാഞ്ച് ബാങ്കിങ് ഉണ്ട്, 3 ഗ്രൂപ്പ് ബാങ്കിങ് ഉണ്ട്, 4 ചെയിൻ ബാങ്കിങ് ഉണ്ട്, 5 കറസ്പോണ്ടന്റ് ബാങ്കിങ്, 6 മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്ന 6 ബാങ്കുകളാണ് സ്ട്രക്ചർ ഓഫ് ബാങ്ക്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇങ്ങനെ മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. യൂണിറ്റ് ബാങ്കിങ് ഉണ്ട്, മർച്ചന്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, കറസ്പോണ്ടൻസ് ബാങ്കിങ് ആൻഡ് മിക്സഡ് ബാങ്കിങ് എന്നാണ്. അപ്പം എന്താണ് ഈ യൂണിറ്റ് ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. സോ യൂണിറ്റ് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് the operations of a unit bank are confined in a general or a single office situated in a particular place. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഒരു സിംഗിൾ ഓഫീസിലാണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൺഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. ദാറ്റ് മീൻസ്
the operations of a bank is confined to a single office located or situated in a particular place. ഒരു നിശ്ചിത പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ്, ഒരു സിംഗിൾ ഓഫീസിലാണ് ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് മൊത്തവും ഏകീകരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സംവിധാനത്തെ വിളിക്കുന്ന പേര് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം എന്നാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് വിളിക്കാം. യൂണിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ കാൾഡ് ദാറ്റ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കയിലാണ്. അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്തത് USA-യിലാണ്. അപ്പോൾ അവിടെ പോപ്പുലറായി കണ്ടിരുന്ന ഒരു ബാങ്കായിരുന്നു ഈ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ബാങ്കിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് ഒരു സിംഗിൾ ഓഫീസിലാണ് കൺഫൈൻ ചെയ്തേക്കുന്നത്, അതൊരു പർട്ടിക്കുലർ പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ബാങ്കിങ് എന്നാണ്. അത് ഒറിജിനേറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് USA ആണ്, അമേരിക്കയിലാണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇതാണ് ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബാങ്കിങ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ്. അപ്പൊ എന്താണ് ഈ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്? സോ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ വൺ ബാങ്ക് ക്യാരീസ് ഓൺ ഇറ്റ്സ് ബിസിനസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി. ഒരു ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഒരു ബ്രാഞ്ചസിന്റെ നെറ്റ്വർക്കിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബോംബെയിലാണ്. പക്ഷേ ഇന്ത്യയിലൊന്നും മാത്രമല്ല, വിദേശത്ത് എല്ലാ രാജ്യങ്ങളിലും അതിനെന്തുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബ്രാഞ്ചസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ബ്രാഞ്ചിന്റെ നെറ്റ്വർക്കിലൂടെയാണ്. പക്ഷെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ ഓഫീസാണ്. അങ്ങനെയുള്ള സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനം എന്നാണ്. So it is a system of banking in which one bank carries its business through the different branches or a network of branches throughout the country. ഒരു രാജ്യത്തിന്റെ മൊത്തം സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബ്രാഞ്ചുകളിലൂടെയാണ് അതിന്റെ ബിസിനസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് അതിന്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഫീസാണ് എങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേര് ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനം എന്നാണ് വിളിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നമുക്ക് കാണാം, ബ്രിട്ടനിൽ കാണാം. ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഈ ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ബാങ്കിങ് ആയി, യൂണിറ്റ് ബാങ്കിങ് ആയി, അതുപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനമായി. ഇനി മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. എന്താണ് ഈ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്? under the banking system, two or more separately incorporated banks are both under the control of a holding company. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാങ്കിങ് സംവിധാനമാണ്. ഇവിടെ എന്താ ചെയ്തേക്കുന്ന, രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ സെപ്പറേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കുകൾ അതിന്റെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയിലാണ് എങ്കിൽ അങ്ങനെയുള്ള ബാങ്കിന് വിളിക്കുന്ന പേരാണ് ഈ ഗ്രൂപ്പ് ബാങ്കിങ് കമ്പനി ഗ്രൂപ്പ് ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി പറയാം. അണ്ടർ ദ ബാങ്കിങ് സിസ്റ്റം, the two or more separately incorporated banks are both under the control of a holding company. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് വിളിക്കാം. ഇതിന്റെ രണ്ടോ അല്ലെങ്കിൽ അതിലധികം ബ്രാഞ്ചുകൾ അത് സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളത് ഒരു ഓഫീസിന്റെ കീഴിൽ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ കൊണ്ടുവന്നു. അവരാണ് അതിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഈ ഗ്രൂപ്പ് ബാങ്കിങ് സംവിധാനം എന്നാണ്. ഇതിനെ നമുക്ക് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് വിളിക്കാം. ഇതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് നമുക്ക് ഏതൊക്കെയായി? യൂണിറ്റ് ബാങ്കിങ് ആയി, അതുപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കിങ് ആയി, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബാങ്കിങ് സംവിധാനമായി. അങ്ങനെ മൂന്ന് ബാങ്കിങ് സംവിധാനമായി. നാലാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചെയിൻ ബാങ്കിങ് സിസ്റ്റമാണ്. ചെയിൻ ബാങ്കിങ് സിസ്റ്റം. എന്താണ് ഈ ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്? സോ ദ ചെയിൻ ബാങ്കിങ് ഈസ് ഡെവലപ്ഡ് ഫോർ ദ ഇന്റർ കണക്ഷൻസ് ഓഫ് വേരിയസ് യൂണിറ്റ്സ് ബാങ്ക്. ഒരുപാട് യൂണിറ്റ് ബാങ്കുകളുണ്ട്. യൂണിറ്റ് ബാങ്ക് നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു ഓഫീസിലാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൺഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഡിഫറന്റ് ആയിട്ടുള്ള യൂണിറ്റ് ബാങ്കിനെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിലേക്ക് കൊണ്ടുവരുന്ന ബാങ്കിങ് സംവിധാനത്തെ വിളിക്കുന്ന പേര് ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്നാണ്. under the banking system, the two or more incorporated unit banks comes under a single management. ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ബാങ്ക് ഇതിനെ ഇന്റർ കണക്ട് ചെയ്ത് അതിനെ ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിൽ കൊണ്ടുവന്ന് മാനേജ് ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് ഈ ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്നാണ്. ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൂടുതലും USA-യിലാണ്. അപ്പൊ ഇതിന്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് USA-യിലാണ്.
അപ്പോൾ ഇങ്ങനെ വന്നേക്കുന്ന ബാങ്കാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 4 ബാങ്കിങ്ങിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ഒരു ബാങ്കിന്റെ ഓപ്പറേഷൻസ് മൊത്തവും ഒരു സിംഗിൾ ഓഫീസിൽ ലൊക്കേറ്റ് ചെയ്താൽ യൂണിറ്റ് ബാങ്കിങ് സംവിധാനം. അതുപോലെ തന്നെ ഒരു ബാങ്കിങ് പ്രവർത്തനങ്ങൾ ഡിഫറൻറ്റ് ബ്രാഞ്ചസിലൂടെ എന്ത് ചെയ്തു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. അത് കഴിഞ്ഞു നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികം സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ഒരു ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. അതോടൊപ്പം തന്നെ പല യൂണിറ്റ് ബാങ്കുകളെ ഇന്റർ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിലേക്ക് കൊണ്ടുവന്നാൽ അത് നമ്മൾ വിളിക്കുന്ന പേര് ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്നാണ്. അപ്പം 4 ബാങ്കുകളായി. സ്ട്രക്ചറൽ ബാങ്കിൽ 5ാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് കറസ്പോണ്ടന്റ് ബാങ്കിങ് ആണ്. കറസ്പോണ്ടന്റ് ബാങ്കിങ് ഇതൊക്കെ പരീക്ഷയ്ക്ക് പല ക്വസ്റ്റ്യനിലും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്? അണ്ടർ ദ ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക്സ്. ഇവിടെ എന്താ ചെയ്തേക്കുന്ന യൂണിറ്റ് ബാങ്ക്. അണ്ടർ ദി സിസ്റ്റം ദ യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക് ഈസ് കാൾഡ് ദാറ്റ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. ഇവിടെ യൂണിറ്റ് ബാങ്കുകൾ വലിയ ബാങ്കുകളെ എന്ത് ചെയ്തു അതിനകത്ത് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നു, അതിനകത്ത് ലിങ്ക് ചെയ്യണം. അപ്പൊ യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ദ ബിഗർ ബാങ്ക്സ് ആർ കാൾഡ് ദാറ്റ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ബാങ്കിങ് ആണ് ഇതിനെന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിളിക്കുന്ന പേര് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്നാണ്. So correspondent banking simply means the unit banks are linked with a bigger banks and this system is called correspondent banking. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ യൂണിറ്റ് ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബിഗർ ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിനെ വിളിക്കുന്ന പേര് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്നാണ്. അപ്പോൾ ഇതാണ് 5ാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 5 ബാങ്കുകളായി. ഇനി ഈ സ്ട്രക്ചറൽ ബാങ്കിങ്ങിൽ 6ാമത്തെ ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് മിക്സഡ് ബാങ്കിങ് ആണ്. അപ്പോൾ എന്താണ് ഈ മിക്സഡ് ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത്? സാധാരണ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഷോർട്ട് ടൈം ലോണുകൾ കൊടുക്കാറുണ്ട്. അത് ചെറിയ ചെറിയ പർപ്പസിന്, ബിസിനസ്സിനോ അഗ്രികൾച്ചർ പർപ്പസിനോ ഒക്കെയാണ് അത് കൊടുക്കാറുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അത് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻ മിക്സഡ് ആണ്. സാധാരണ കൊടുക്കുന്ന പ്രവർത്തനത്തിൽ കൂടാതെ അത് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ജർമ്മൻ ബാങ്കിങ് സിസ്റ്റം എല്ലാം സാധാരണ കേസിൽ മിക്സഡ് ബാങ്കിങ് സിസ്റ്റമാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട കേസാണ്. മിക്സഡ് ബാങ്കിങ് ആർ ദോസ് ബാങ്കിങ് ഇൻ വിച്ച് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൊമോട്ട് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തില് അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് അത് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് മിക്സഡ് ബാങ്കിങ് എന്നാണ്. അങ്ങനെ നമുക്ക് 6 സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഉണ്ട്. അത് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. അതിന്റെ പ്രവർത്തനങ്ങൾ സിംഗിൾ ഓഫീസിൽ കേന്ദ്രീകരിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് ബാങ്കിങ് എന്നാണ്. 2ാമത്തെ ബാങ്കിങ് നമ്മൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് വിളിച്ചു. അതിന്റെ ഒരു ബാങ്കിന്റെ ഓപ്പറേഷൻസ് ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കോ ബ്രാഞ്ചിലൂടെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സംവിധാനം എന്നാണ്. ഇനി അതുപോലെ തന്നെ 2 അല്ലെങ്കിൽ അതിലധികം ബാങ്കുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗ്രൂപ്പ് ബാങ്ക് അഥവാ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് വിളിക്കാം. 4ാമത്തെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു അല്ലെ, ഡിഫറൻറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്കുകൾ അതിനെ ഇന്റർ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിലേക്ക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് ചെയിൻ ബാങ്കിങ് എന്ന് വിളിക്കാം. 5ാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു യൂണിറ്റ് ബാങ്കുകൾ ഒരു ബിഗർ ബാങ്കുമായിട്ട് എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്നാണ്. ഇനി 6ാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് മിക്സഡ് ബാങ്കിങ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷനെ കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ബാങ്കുകളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്, അഥവാ ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പരീക്ഷ തീർച്ചയായും നമുക്കൊരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാങ്ക് എന്താണെന്നും അതുപോലെ തന്നെ ബാങ്കിങ് എന്താണെന്നും ബാങ്ക് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നെന്നും അതിന്റെ ആൻസസ്റ്റീസ് ആരൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ ബാങ്കിങ് സ്ട്രക്ചറിൽ 6 ബാങ്കുകൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പം നിങ്ങളത് കറക്റ്റായിട്ടത് കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. തീർച്ചയായും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.